നമസ്കാരം. തികച്ചും ഇൻഫർമേറ്റീവായ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി പിരിക്കുന്ന പ്രൊഫഷണൽ ടാക്സ് തൊഴിൽ നികുതി കുത്തനെ വർദ്ധിപ്പിച്ചു. 2024 ഒക്ടോബർ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. 6 മാസത്തെ ശമ്പളം അടിസ്ഥാനമാക്കി വർഷത്തിൽ 2 തവണയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ ടാക്സ് ഈടാക്കുന്നത്. ഇത് 6 മാസത്തെ ശമ്പളം 12,000 രൂപയിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് ഉണ്ടായിരിക്കുന്നതല്ല. 6 മാസത്തെ ശമ്പളം 12,000-നും 17,999 പരിധിയിലാണ് വരുന്നതെങ്കിൽ നിലവിൽ 120 രൂപയാണ് 6 മാസം കൂടുമ്പോൾ പ്രൊഫഷണൽ ടാക്സായി ഈടാക്കിയിരുന്നത്. 120 എന്നുള്ളത് 320 രൂപയായി ഉയർത്തി. ഈ പരിഷ്കരണം സമാനമായ രീതിയിൽ 18,000 29,999, 30,000 44,999 ശമ്പള പരിധിയിലും വർധന വരുത്തിയിട്ടുണ്ട്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിഷ്കരണം നടപ്പിലാക്കിയിരിക്കുന്നത്. ഓരോ സാമ്പത്തിക വർഷത്തിലും 2 തവണയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നികുതി സ്വീകരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും അംഗീകൃത തൊഴിലാളികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമാണ് നികുതി പിരിക്കുന്നത്. 6 മാസത്തെ ശമ്പളം 11,999 രൂപ വരെയുള്ളവർക്ക് തൊഴിൽ നികുതിയില്ല. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 1 വർഷം പിരിക്കാവുന്ന പരമാവധി തുക 2,500 രൂപ ആണ്. വരുമാനം അനുസരിച്ച് സ്ലാബ് അടിസ്ഥാനമാക്കിയാണ് നികുതി ഈടാക്കുന്നത്. നിലവിലെ സ്ലാബ് ഗ്രാമപഞ്ചായത്തുകളിൽ 1997-ലും നഗരസഭകളിൽ 2006-ലുമാണ് നടപ്പിലാക്കിയത്. നികുതി സ്ലാബ് വർദ്ധിപ്പിക്കണമെന്ന് ധനകാര്യ കമ്മീഷനുകൾ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടുകളിൽ തനത് വരുമാന വർധനയ്ക്കായി നികുതി ഉയർത്തണമെന്നുള്ള നിർദ്ദേശം വന്നു. തുടർന്ന് 6ാം ധനകാര്യ കമ്മീഷൻ 2ാമത് റിപ്പോർട്ടിൻ്റെ ശുപാർശ അനുസരിച്ചാണ് പരിഷ്കരിച്ചിരിക്കുന്നത്. 6 മാസത്തെ ശമ്പളം 18,000 29,999 പരിധിയിൽ വരുന്നവർക്ക് നിലവിൽ 180 രൂപയാണ് പ്രൊഫഷണൽ ടാക്സ്. ഇത് 450 രൂപയായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. 30,000 44,999 പരിധിയിൽ 300 രൂപയായിരുന്നു പ്രൊഫഷണൽ ടാക്സ്. ഇത് 600 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്. അതേസമയം 45,000 മുതൽ 99,999 പരിധിയിൽ 750 രൂപയായി തുടരും. 1 ലക്ഷം മുതൽ 1,24,999 രൂപ വരെയുള്ള ശമ്പള പരിധിയിലും നികുതി വർധനയില്ല. 1000 രൂപയായി തന്നെ തുടരും. അതിന് മുകളിലുള്ളതിനും വർധനയില്ല. പരമാവധി 2,500 രൂപയാണ് പ്രൊഫഷണൽ ടാക്സ് ആയിട്ട് ഈടാക്കുന്നത്. ഇങ്ങനെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.